ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ നമ്മുടെ തേർഡ് യൂണിറ്റിന്റെ പേരെന്താ? മനുഷ്യന്റെ കൈകൾ. അപ്പോൾ നമ്മുടെ 3ാമത്തെ യൂണിറ്റിന്റെ വാതിൽ എന്നുള്ള സെക്ഷൻ കുഞ്ഞനുറുമ്പും കുട്ടിയോളും എന്നുള്ള കവിത നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ കാണുക. അപ്പോൾ നമ്മുടെ 3ാമത്തെ യൂണിറ്റിൽ നമുക്ക് 3 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. പാഠം 1 എന്താ? തൊഴിലും ഭാഷയും. പാഠം 2 തടിപിടി. പാഠം 3 കുതിര കെട്ടിക്കളി. അല്ലേ? അതിൽ നമ്മൾ 1ാമത്തെ പാഠത്തിന്റെ ക്ലാസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? മറക്കാതെ നമ്മുടെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളും കൂടെ കാണുക. എല്ലാ സബ്ജക്റ്റ് പ്ലേലിസ്റ്റിനും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാഠം 1 തൊഴിലും ഭാഷയും. 3ാമത്തെ പാഠം അല്ലേ, 3ാമത്തെ യൂണിറ്റ് നമ്മുടെ മനുഷ്യന്റെ കൈകൾ. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് തൊഴിലും ഭാഷയും. എന്താ ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്? എന്താ? പലതരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യരാണ് അല്ലേ. മനുഷ്യർ എല്ലാം തൊഴിലുകളിലാണ് ഏർപ്പെടുന്നത്. പലതരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്നുണ്ട് അല്ലേ. എല്ലാവരും ചെയ്യുന്നത് ഒരേ ജോലിയാണോ? അല്ല, പല തൊഴിലുകളുണ്ട്. അങ്ങനെ നമുക്ക് ഈ ചിത്രത്തിൽ ഒരുപാട് തൊഴിലുകളുടെ ചിത്രമാണ് കാണുന്നത്. ഏതെല്ലാം തൊഴിലുകളാണുള്ളത്? ഇളനീർ കച്ചവടം, മീൻ കച്ചവടം, ചായക്കട നടത്തിപ്പ്, ആട് വളർത്തൽ, പത്രവിതരണം, താറാവ് വളർത്തൽ, തെങ്ങുകയറ്റം, മരമുറി, ഇനിയും ഒരുപാട് തൊഴിലുകളുണ്ട് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യാം? നമ്മളിവിടെ എഴുതാത്തത് നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യുക കേട്ടോ. നമ്മളിവിടെ എഴുതാത്ത തൊഴിലുകളുടെ പേര് കമന്റ് ചെയ്യുക. അപ്പോൾ 1ാമത്തെ ചോദ്യം എന്താ? എന്തെല്ലാമാണ് ഈ ചിത്രത്തിന് ചന്തം നൽകുന്നത്? നല്ല ഭംഗിയുള്ള ചിത്രം തന്നെയാണ് അല്ലേ. അപ്പോൾ ആ ചിത്രത്തിന് ചന്തം നൽകുന്നത് എന്തെല്ലാമാണ്? കേരളം എന്ന ഭൂപ്രദേശത്തെ ജീവിത രീതികളെയും തൊഴിലുകളെയും ഒരൊറ്റ ചിത്രത്തിലാക്കി സവിശേഷമായ രചനാരീതിയും നിറങ്ങളുമാണ് ഇതിനെ ചന്തം കൂട്ടുന്നത്. ഇതിനെന്ന് വെച്ചാൽ ഈ ചിത്രത്തിന്. അടുത്ത ചോദ്യം, ഒരുപാട് കാര്യങ്ങൾ ചിത്രരൂപത്തിൽ അവതരിപ്പിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അതായത് ഈ ചിത്രരൂപം ഇഷ്ടമായോ എന്നാണ് ചോദ്യം കേട്ടോ. ഇക്കാര്യങ്ങൾ എല്ലാവരും ചേർന്ന് പറഞ്ഞ് അവതരിപ്പിക്കും. നമുക്ക് ഈ ചിത്രം കണ്ടപ്പോൾ ഇഷ്ടമായോ? നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഒരു ഭൂപ്രദേശത്തെ അതിമനോഹരമായ ചിത്രത്തിലൂടെ ചിത്രകാരൻ എന്ത് ചെയ്തിരിക്കുകയാണ്? ആവിഷ്കരിച്ചിരിക്കുന്നു. ചിത്രകാരൻ എഴുതുമ്പോൾ 2 കാ എഴുതണം കേട്ടോ. ചിത്രത്തിലെ ആളുകൾ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത്? കണ്ടെത്തി പറയൂ. ചിത്രത്തിലെ ആളുകൾ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത്? കണ്ടെത്തി പറഞ്ഞേ. എന്തൊക്കെയാ? ഇളനീർ കച്ചവടം, മീൻ കച്ചവടം, ചായക്കട നടത്തിപ്പ്, ആട് വളർത്തൽ, പത്രവിതരണം, താറാവ് വളർത്തൽ, തെങ്ങുകയറ്റം, ഞാറുനടിൽ, മീൻ പിടുത്തം, മരം മുറിക്കൽ, ഇനി ഒരുപാട് തൊഴിലുകളുണ്ട്. ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത ചോദ്യം, ഇതിൽ കൂട്ടായി ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ്? നമ്മൾ കുറെ ജോലികൾ പറഞ്ഞു അല്ലേ, കുറെ തൊഴിലുകൾ പറഞ്ഞില്ലേ. അതിൽ കൂട്ടായിട്ട് എന്ന് വെച്ചാൽ ഗ്രൂപ്പായിട്ട് കുറെ ആളുകൾ ചേർന്ന് ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? ഞാറുനടിയിൽ, മീൻ പിടുത്തം, മരം മുറിക്കൽ, ഇതൊക്കെ ആളുകൾ അതായത് മനുഷ്യര് ഒന്നിച്ച് ചെയ്യുന്ന, കൂട്ടായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ജോലികളാണ് അല്ലേ. ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലികൾ ഏതെല്ലാം എന്ന് വെച്ചാൽ തനിയെ ചെയ്യാൻ പറ്റുന്ന ജോലികൾ നമ്മളിപ്പോൾ പറഞ്ഞതിലുണ്ട്. ഏതൊക്കെയാ? ഇളനീർ കച്ചവടം, മീൻ കച്ചവടം, ചായക്കട നടത്തിപ്പ്, ആട് വളർത്തൽ, പത്രവിതരണം, താറാവ് വളർത്തൽ, തെങ്ങ് കയറ്റം, ഇതെല്ലാം എന്താ? തനിയെ ചെയ്യുന്ന ജോലികളാണ് അല്ലേ. തൊഴിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ചിത്രീകരിച്ച് കൂട്ടുകാരുമായി പങ്കുവയ്ക്കുക. അതായത് ഇങ്ങനെ നിറയെ തൊഴിലുകളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം ചിത്രീകരിച്ച് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് സ്ഥലം ചിത്രീകരിക്കാം? ഏത് സ്ഥലം നമുക്ക് പറയാൻ പറ്റും? പാടം അല്ലെ, നെൽകൃഷി ചെയ്യുന്ന ഇടം അല്ലെ, നെൽകൃഷി ചെയ്യുന്ന പാടം പറയാൻ പറ്റില്ലേ. അവിടെ ഒരുപാട് തൊഴിലുകൾ ഉണ്ട് അല്ലെ, ഒരുപാട് തൊഴിലുകൾ ചെയ്യുന്ന ഒരു ഇടമാണ്. ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? വിത്ത് വിതയ്ക്കൽ, ഞാറുനടിൽ, കൊയ്ത്ത്, ഇതെല്ലാം കൂട്ടം ചേർന്ന് ചെയ്യുന്ന ജോലികളാണ്. കൂട്ടം ചേർന്നും ചെയ്യുന്ന ജോലികളാണ് അല്ലേ. അടുത്തത്, തൊഴിലുമായി ബന്ധപ്പെട്ട് എത്ര വാക്കുകളും വാക്യങ്ങളും പ്രയോഗങ്ങളുമാണ്? ഇതൊന്ന് വായിക്കൂ. അപ്പോൾ നമുക്കിവിടെ വായിക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. വാക്കുകൾ വിളയുന്നു. തൊഴിലുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാക്കുകൾ എല്ലാ ഭാഷയിലും ഉണ്ട്. നമ്മുടെ ഭാഷയിലും ഇത്തരം പദങ്ങൾ കാണാം. നെൽകൃഷി എന്ന തൊഴിൽ ഉദാഹരണമായി എടുത്താൽ എന്തൊക്കെ വാക്കുകളാണ് നമുക്ക് കണ്ടെത്താനാവുക? കന്നുപൂട്ടുക, കട്ടയുടയ്ക്കുക, വിത്തെറിയുക, ഞാറു പറിക്കുക, ഞാറു നടുക, കള പറിക്കുക, പിന്നെന്തൊക്കെയാ? വളം ചേർക്കുക, കൊയ്യുക, മെതിക്കുക എന്നിങ്ങനെ ഒട്ടേറെ പണികളുടെ പേരുണ്ട്. പണി ഉപകരണങ്ങളുടെ പേരെടുത്താലോ? കലപ്പ, നുകം, മരം, കൈക്കോട്ട്, അരിവാൾ, ട്രാക്ടർ, ഡ്രില്ലർ, കൊയ്ത്തുമെതി യന്ത്രം എന്നിങ്ങനെ ഒരുപാട് കാണാം. പാടം, തോട്, കതിര്, പതിര്, വിളവ്, നിറവ്, നനവ്, ഉറവ് എന്നിങ്ങനെ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ നാം ഉപയോഗിക്കുന്ന മറ്റു വാക്കുകൾ എത്രയാണ്? ഒരുപാട് പദങ്ങളുണ്ട് അല്ലേ. ഇനി ചൊല്ലുകളുടെ കാര്യം എടുത്താലോ? കൃഷി ചൊല്ലുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? കൃഷി ചൊല്ലുകളുണ്ട്, കൃഷി പഴഞ്ചൊല്ലുകളുണ്ട് അല്ലേ. കൃഷി ചൊല്ലുകൾ എന്തൊക്കെയാണ്? കൃഷി പഴഞ്ചൊല്ലുകളും അതുപോലെ തന്നെ കടങ്കഥകളൊക്കെ ഉണ്ട് അല്ലേ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട്. മുളയിൽ അറിയാം വിള, അടുത്ത് നട്ടാൽ അഴക്, അകലെ നട്ടാൽ വിളവ്, വിത്താഴം ചെന്നാൽ പത്തായം നിറയും, പിന്നെന്താ? ഞാറില്ലെങ്കിൽ ചോറില്ല എന്നിങ്ങനെ. നോക്കൂ, ഭാഷയുടെ വളർച്ചയെ തൊഴിലുകൾ എന്തുമാത്രം സഹായിക്കുന്നു? ഒരുപാട് സഹായിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ എന്തൊരു ചിത്രം കൊടുത്തിരിക്കുന്നത്? ഒരു പാടത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ ജോലി ചെയ്യുന്ന ഒരു ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. നോക്കൂ, പാടത്തിൽ ജോലി ചെയ്യാണ്, കൃഷി ചെയ്യാണ് അല്ലേ. കൃഷി പോലെ മറ്റെന്തെല്ലാം തൊഴിലുകളിൽ നിന്നാണ് പുതിയ വാക്കുകളും പ്രയോഗങ്ങളും ഉണ്ടാവുന്നത്? അപ്പോൾ നമ്മുടെ നെൽകൃഷിനെ കുറിച്ച് എഴുതി, നെൽകൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ അല്ലെങ്കിൽ പദങ്ങളാണ് എഴുതിയിരിക്കുന്നത്.
കന്ന് പൂട്ടുക, കട്ടയുടയ്ക്കുക, വിത്തെറിയുക, ഞാറു പറിക്കുക, ഞാറു നടുക, കള പറിക്കുക, വളം ചേർക്കുക, കൊയ്യുക, മെതിക്കുക. ഇതെല്ലാം എന്താണ്? കൃഷിയുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് അല്ലേ? വീട്ടിലെ പ്രധാന തൊഴിലിടം ഏതാ? വീട്ടിൽ നമ്മൾ ഏറ്റവും പ്രധാനമായ തൊഴിലിടം എന്ന് പറയുന്നത് ഏതായിരിക്കും? അടുക്കള. ഇവിടെ നോക്കുക, അവിടെ അടുക്കളയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ചിത്രം നോക്കൂ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? എല്ലാവരും കൂടെ ഒന്നിച്ച് ജോലി ചെയ്യണം അല്ലേ? അച്ഛനും അമ്മയും മക്കളൊക്കെ ഉണ്ട് അല്ലേ? അച്ഛനും അമ്മയും കുട്ടികളൊക്കെ കൂടെ ജോലി ചെയ്യുകയാണ്. നമുക്ക് അച്ഛൻ നോക്കൂ, അച്ഛൻ നമ്മൾ തേങ്ങ ചിരകുന്നു, അമ്മ പാചകം ചെയ്യണു അല്ലേ? കുട്ടികളെ സഹായിക്കുന്നു. അപ്പോൾ എന്തെല്ലാം പണികളാണ് അടുക്കളയിൽ നടക്കുന്നത്? വീട്ടിലെ കാര്യങ്ങൾ കൂടി ഓർമ്മിച്ച് പോരും. അപ്പോൾ അടുക്കള എന്തെല്ലാം പണികളാണ് നടക്കുന്നത്? ഒരുപാട് പണികൾ നടക്കുന്ന സ്ഥലമാണ് അല്ലേ അടുക്കള. അപ്പോൾ എന്തെല്ലാം പണികളാണ് അടുക്കളയിൽ നടക്കുന്നത്? ചോറ് വയ്ക്കുന്നു, കറികൾ വയ്ക്കുന്നു, പച്ചക്കറികൾ അരിയുന്നു, പാത്രം കഴുകുന്നു, അങ്ങനെ ഒരുപാട് ജോലികൾ, ഒരുപാട് പണികൾ അടുക്കളയിൽ നടക്കുന്നുണ്ട്. അടുത്തത്, അടുക്കളയിൽ എന്തെല്ലാം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്? പല ഉപകരണങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? കുറച്ച് ഉപകരണങ്ങളുടെ പേര് വേഗം എഴുതുക. എന്തൊക്കെ ഉപകരണങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും? കലം, ചട്ടി, തവി, അടുപ്പ്, ചൂല്, മുറം, പാത്രം, കത്തി, മിക്സി. നമ്മൾ കുറച്ച് ഉപകരണങ്ങളുടെ പേര് എഴുതിയിട്ടുള്ളൂ. എന്ത് ചെയ്യുക? ബാക്കിയുള്ള ഉപകരണങ്ങളുടെ പേര് എഴുതി ചേർക്കുക. അടുത്ത ചോദ്യം എന്താ? അടുക്കള പണിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വാക്കുകളും പ്രയോഗങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താനാവും? അതായത് അടുക്കള പണിയുമായി ബന്ധപ്പെട്ട വാക്കുകളും പ്രയോഗങ്ങളും. നമ്മൾ കൃഷിപ്പണിയുമായി ബന്ധപ്പെട്ട വാക്കുകളും പ്രയോഗങ്ങളൊക്കെ വായിച്ചില്ലേ? അതുപോലെ അടുക്കള പണിയുമായി ബന്ധപ്പെട്ട വാക്കുകളും പ്രയോഗങ്ങളുമാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? വേവിക്കുക, ഇളക്കുക, ഇതെല്ലാം അടുക്കള പണിയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങളാണ് അല്ലേ? ഇളക്കുക, തിളപ്പിക്കുക, താളിക്കുക, വറുക്കുക, അരയ്ക്കുക, അതെല്ലാം കണ്ടെത്തി ഉൾപ്പെടുത്തി. അതായത് നമ്മൾ ഈ അടുക്കള പണിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയില്ലേ? ആ കണ്ടെത്തി ഉൾപ്പെടുത്തി എന്ത് ചെയ്യുക? കുറിപ്പ് തയ്യാറാക്കുക. ധാരാളം ജോലികൾ ചെയ്യുന്ന ഒരിടമാണ് അടുക്കള. ചോറ് വയ്ക്കുന്നു, കറികൾ വയ്ക്കുന്നു, പച്ചക്കറികൾ അരിയുന്നു, പാത്രം കഴുകുന്നു തുടങ്ങിയ അനേകം ജോലികൾ അടുക്കളയിൽ നടക്കുന്നു. അടുക്കള പണിക്ക് ആവശ്യമായ കലം, കത്തി, അടുപ്പ്, തവി കഴിഞ്ഞ ഒരു കോമ ഇടണം ഇവിടെ. തവി, മിക്സി തുടങ്ങിയ പല തരത്തിലുള്ള ഉപകരണങ്ങളും അടുക്കളയിൽ ഉണ്ടാകുവാണ് ഒരു മതി കേട്ടോ, കൂട്ടക്ഷരമല്ല. അടുക്കള ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പദപ്രയോഗങ്ങളുണ്ട്. വേവിക്കുക, വറുക്കുക, താളിക്കുക, വറുക്കുക, പിന്നെന്താ, നമുക്ക് ഒരുപാട് പദങ്ങളുണ്ട് അല്ലേ? പദപ്രയോഗങ്ങളുണ്ട് തുടങ്ങിയവ അതിന് ചില ഉദാഹരണങ്ങളാണ്. നമ്മൾ 2 വർക്കുക എഴുതിയിട്ടുണ്ട്, വേറൊരു പദപ്രയോഗം എഴുതുക കേട്ടോ. അതായത് അടുക്കള ജോലിയുമായി ബന്ധപ്പെട്ട് വേറൊരു പദപ്രയോഗം എന്താ? നമ്മളിപ്പോൾ പഠിച്ചതല്ലേ, വേവിക്കുക, വറുക്കുക, താളിക്കുക തുടങ്ങി അങ്ങനെ പല പദപ്രയോഗങ്ങളും അടുക്കള ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ തൊഴിലും ഭാഷയും എന്ന പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്